ഇന്നിവിടെ വന്നിരിക്കുന്നത് മാവേലിക്കരയിലുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്യാനാണ്. നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ആർട്ടിക്കിൾ 75 മുതൽ 78 വരെ പ്രധാനമന്ത്രിയെക്കുറിച്ച് പരാമർശിക്കുന്നു. ആർട്ടിക്കിൾ 75 to 78 ഡീൽസ് വിത്ത് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. അതുപോലെ പറയുകയാണെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. പ്രൈം മിനിസ്റ്റർ ആർ അപ്പോയിന്റഡ് ബൈ ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. അതുപോലെ തന്നെ കേന്ദ്രമന്ത്രിമാരുടെ തലവൻ ആരാണ്? പ്രധാനമന്ത്രിയുടെ ഹെഡ് ഓഫ് യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ്. ആൻസർ പ്രൈം മിനിസ്റ്റർ. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതി ഏതാണ്? കല്യാൺ മാർഗ്. ഏതാണ്? ഒഫീഷ്യൽ റെസിഡൻസ് ഓഫ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ. ആൻസർ കല്യാൺ മാർഗ്. അതുപോലെ തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പഴയകാല വസതി ഏതായിരുന്നു? പഞ്ചവടിയായിരുന്നു. പഞ്ചവടി എന്ന പേര് മാറ്റി കല്യാൺ മാർഗാക്കി മാറ്റിയതാരാണ്? നരേന്ദ്രമോദിയാണ്. ദ നെയിം ഒഫീഷ്യൽ റെസിഡൻസ് പഞ്ചവടി ഓൾഡ് ഒഫീഷ്യൽ റെസിഡൻസ് ഓഫ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ. ആൻസർ പഞ്ചവടിയാണ്. ദ നെയിം പഞ്ചവടി റീനെയിംഡ് as കല്യാൺ മാർഗ് ബൈ അവർ ഓണറബിൾ പ്രൈം മിനിസ്റ്റർ നരേന്ദ്ര മോദിജി. അതുപോലെ പറയുകയാണെങ്കിൽ നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരായിരിക്കും? പ്രധാനമന്ത്രിയായിരിക്കും. പ്രസന്റ് ചെയർമാൻ ഓഫ് നീതി ആയോഗ്. ആൻസർ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ചെയർമാൻ ഓഫ് നീതി ആയോഗ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. അതുപോലെ പറയുകയാണെങ്കിൽ ചാൻസലർ ഓഫ് വിശ്വഭാരതി യൂണിവേഴ്സിറ്റി. ആൻസർ പ്രൈം മിനിസ്റ്റർ. ചാൻസലർ ഓഫ് വിശ്വഭാരതി യൂണിവേഴ്സിറ്റി. ആൻസർ പ്രൈം മിനിസ്റ്റർ. ചാൻസലർ ഓഫ് വിശ്വഭാരതി യൂണിവേഴ്സിറ്റി. ആൻസർ പ്രൈം മിനിസ്റ്റർ. മിനിമം ഏജ് റിക്വയർഡ് ഫോർ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ. ആൻസർ 25 years. ഒഫീഷ്യൽ ടൈം പീരീഡ് ഓഫ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ആൻസർ 5 year. ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് ആര്? ജവഹർലാൽ നെഹ്റു. ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ജവഹർലാൽ നെഹ്റു. ലോങ്സ്റ്റ് സെർവിംഗ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ആൻസർ ജവഹർലാൽ നെഹ്റു. 17 years. 17 വർഷം അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് സേവനമനുഷ്ഠിച്ചു. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ Prime Minister of India during the period of India-China War on 1962. Answer ജവഹർലാൽ നെഹ്റു. അതായത് ഇന്ത്യ-ചൈന യുദ്ധസമയത്തുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അതുപോലെ പറയുകയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. 1965 നടന്ന ഇന്ത്യ-പാക് യുദ്ധസമയത്തുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. ലാൽ ബഹദൂർ ശാസ്ത്രി വാസ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് ഫസ്റ്റ് ഇന്ത്യ-പാക് വാർ ഓൺ 1965. 1965 നടന്ന ഇന്ത്യ-പാക് യുദ്ധസമയത്തുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു ലാൽ ബഹദൂർ ശാസ്ത്രി. അതുപോലെ പറയുകയാണെങ്കിൽ ഓൾഡസ്റ്റ് സെർവിംഗ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആരാണ്? മൊറാർജി ദേശായി. ഏറ്റവും പ്രായം കൂടിയ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു മൊറാർജി ദേശായി. ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? രാജീവ് ഗാന്ധി. യങ്ങസ്റ്റ് സെർവിംഗ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ആൻസർ രാജീവ് ഗാന്ധി. സെക്കൻഡ് ലോങ്സ്റ്റ് സെർവിംഗ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആരാണ്? നരേന്ദ്രമോദിയാണ്. ജവഹർലാൽ നെഹ്റു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യ ഭരിച്ച പ്രധാനമന്ത്രി ആരാണ്? നരേന്ദ്രമോദിയാണ്. അതുപോലെ കാർഗിൽ യുദ്ധസമയത്തുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? എ.ബി. വാജ്പേയിയാണ്. എ.ബി. വാജ്പേയി വാസ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് കാർഗിൽ വാർ ഓൺ 1999. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ പ്രസന്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ നരേന്ദ്രമോദി. ആണ് കേട്ടോ. പ്രസന്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ നരേന്ദ്രമോദി. ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ആരാണ്? നരേന്ദ്രമോദിയാണ്. അതുപോലെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഹു വാസ് ബോൺ ഇൻഡിപെൻഡന്റ് ഇന്ത്യ, അതായത് സ്വതന്ത്ര ഭാരതത്തിൽ ജനിച്ച ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? നരേന്ദ്രമോദിയാണ്.
അതുപോലെ പറയുകയാണെങ്കിൽ ഫസ്റ്റ് വുമൻ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആൻസർ ഇന്ദിരാഗാന്ധി. ഫസ്റ്റ് വുമൻ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആൻസർ ഇന്ദിരാഗാന്ധി. അയൺ ലേഡി ഓഫ് ഇന്ത്യ ആൻസർ ഇന്ദിരാഗാന്ധിയാണ്.